2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ബി.ജെ.പി. ആദ്യമായി ഒരു ലോക്സഭാ എം.പിയെ സൃഷ്ടിച്ചെടുത്തത്. തൃശ്ശൂരിൽ നിന്നുമായിരുന്നു ബി.ജെ.പിയുടെ ആദ്യ പാർലമെന്റ് വിജയം. അവിടെ സുരേഷ് ഗോപി ഏതാണ്ട് 3.25 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലം പിടിച്ചെടുത്തത്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ 7 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഗുരുവായൂർ ഒഴികെ ബാക്കി 6 നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡ് നേടിയത് ബി.ജെ.പി. ആയിരുന്നു. തൃശ്ശൂരിൽ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം തന്നെ ബി.ജെ.പിയുടെ ഒരു വലിയ രീതിയിലുള്ള കടന്നുകയറ്റം, ഒരു അപ്രമാദിത്വമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ വിജയം നൽകിയ ആത്മവിശ്വാസം ബി.ജെ.പിക്ക് ചെറുതല്ല. അതിനു പിന്നാലെ തൃശ്ശൂരിൽ നിന്നും ജയിച്ച സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായിട്ട് മാറി. അത്തരത്തിൽ ബി.ജെ.പിക്ക് കേരളത്തിൽ നിന്നുമുള്ള ഏതൊക്കെ രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനാകുമോ അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എല്ലാം അടിക്കടി നടത്തുന്നുണ്ട്. നമുക്കറിയാം, ഇനി വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. 2 മാസത്തിനകത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് നടക്കാൻ പോവുകയാണ്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബി.ജെ.പിയെ സംബന്ധിച്ച് ഒരു പിടി പ്രതീക്ഷകളും മോഹങ്ങളുമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇക്കഴിഞ്ഞ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവർ കാര്യമായ ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു കുതിച്ചുകയറ്റം, ഒരു മുന്നേറ്റമാണ് ബി.ജെ.പിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിടുന്നത്. നിലവിൽ അവര് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതിപക്ഷ സ്ഥാനത്തുണ്ട്. 36 സീറ്റുകളാണ് അവിടെ ബി.ജെ.പിക്കുള്ളത്. ഒപ്പം തന്നെ ചില നഗരസഭകൾ, പാലക്കാട് മുനിസിപ്പാലിറ്റി, ഒപ്പം തന്നെ പന്തളം നഗരസഭ ഉൾപ്പെടെ അവർ ഭരിക്കുന്നുണ്ട്. ഒപ്പം തദ്ദേശ സ്ഥാപനങ്ങൾ പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പിടി പഞ്ചായത്തുകളിലും ബി.ജെ.പിക്ക് ഭരണമുണ്ട്. അത്തരത്തിൽ അവർ തദ്ദേശ തലത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും തങ്ങളുടെ ഒരു കരുത്ത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ഈ കോർപ്പറേഷനുകൾ 6 കോർപ്പറേഷനുകളാണ് കേരളത്തിലുള്ളത്. അവിടെ തിരുവനന്തപുരത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി അവിടെ ഭരണത്തിലേക്ക് വരാനുള്ള നീക്കങ്ങൾ അവർ സജീവമായിട്ട് നടത്തുകയാണ്. ഒപ്പം തന്നെ മറ്റ് പല കോർപ്പറേഷനുകളിലും, തങ്ങൾക്ക് സ്വാധീനമുള്ള പല കോർപ്പറേഷനുകളിലും ഭരണത്തിലേക്ക് എത്തുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂർ കോർപ്പറേഷനാണ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ 55 വാർഡുകളാണുള്ളത്. നിലവിൽ അവിടെ 24 വാർഡുകൾ വീതം UDF-നും LDF-നും ഉണ്ട്. ബി.ജെ.പിക്ക് കേവലം 6 സീറ്റുകൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. അവിടെ നിന്നും ഈ പറയുന്നത് പോലെ അവിടെ ഭരണം പിടിക്കണമെങ്കിൽ 55 സീറ്റുകളുള്ള കോർപ്പറേഷനിൽ അവരെ ഒറ്റയ്ക്കാണ് അവിടെ മത്സരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 28 സീറ്റുകൾ അവർ പിടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിലെ 6 നോക്കുകയാണെങ്കിൽ ഇനി ഒരു 22 സീറ്റുകൾ കൂടി അവർക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കോർപ്പറേഷനിലെ ഭരണം അവർക്ക് പിടിച്ചെടുക്കാനാവുകയുള്ളൂ. അവിടെ അവർക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം, അവിടെ ആ കോർപ്പറേഷനിൽ ഇത്തവണ അവർക്ക് വിജയിക്കാൻ കഴിയുമെന്ന് അവര് ആണയിട്ട് പറയുന്നുണ്ട്. എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. തൃശ്ശൂരും തിരുവനന്തപുരം കോർപ്പറേഷനുകൾ തങ്ങൾ പിടിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. തൃശ്ശൂരിൽ അവർ പിടിക്കുമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നേരത്തെ സൂചിപ്പിച്ച ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശ്ശൂർ മണ്ഡലത്തിലെ ബി.ജെ.പിയുടെ അത്യുജ്വലമായ വിജയമാണ്. ഈ കോർപ്പറേഷൻ പരിധിയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം LDF ഭരിക്കുന്ന കോർപ്പറേഷൻ ആണെങ്കിൽ പോലും അവിടെ ശക്തമായ ഒരു ഭൂരിപക്ഷം ലീഡ് നേടാൻ ബി.ജെ.പിക്ക്, സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആത്മവിശ്വാസം ബി.ജെ.പിക്ക് ചെറുതല്ല. ആ ഒരു അടിസ്ഥാനത്തിലാണ് അവർ കോർപ്പറേഷനിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ബി.ജെ.പിയിൽ, തൃശ്ശൂരിലെ ബി.ജെ.പിയിൽ ഉണ്ടായിരിക്കുന്ന പടലപ്പിണക്കങ്ങൾ അത് ബി.ജെ.പിയുടെ ആ ഒരു ലക്ഷ്യത്തെ, ആ ഒരു ആഗ്രഹത്തെ, സ്വപ്നത്തെ ഒക്കെ തന്നെ തകിടം മറിക്കും എന്നാണ്. നമ്മൾക്കറിയാം, നിലവിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് അവരുടെ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പുനഃസംഘടന, പാർട്ടിയുടെ സംസ്ഥാനത്തെ പുനഃസംഘടന കഴിഞ്ഞപ്പോൾ അവര് 30 ജില്ലാ പ്രസിഡന്റുമാരാണ് അവർക്ക് ഉള്ളത്. അത് ഈ ഭരണപരമായ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് എന്ന് പറയും, ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഒരു സുഗമമായ ഒരു സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഈ 30 പ്രസിഡന്റുമാര് എന്ന് പറയുമ്പോൾ പോലും അത് മാത്രമല്ല, മറിച്ച് ഈ പറയുന്ന പ്രസിഡന്റ് സ്ഥാനമൊക്കെ മോഹിക്കുന്നവരെ ഒക്കെ തന്നെ തൃപ്തിപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യം കൂടി അതിന് പിന്നിലുണ്ടായിരുന്നു. ഈ തൃശ്ശൂരിൽ 3 മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 3 ജില്ലാ പ്രസിഡന്റുമാർ തൃശ്ശൂരിലുണ്ട്. ഒന്ന് തൃശ്ശൂർ സിറ്റിയാണ്, അവിടെ ജസ്റ്റിൻ ജേക്കബാണ് പ്രസിഡന്റ്. ഒപ്പം തന്നെ തൃശ്ശൂർ സൗത്ത്, അവിടെ നിവേദിത സുബ്രഹ്മണ്യനും, തൃശ്ശൂർ നോർത്തിലെ AR ശ്രീകുമാറും, അങ്ങനെ 3 പ്രസിഡന്റുമാരാണ് തൃശ്ശൂർ ജില്ലയിൽ മാത്രമുള്ളത്. നേരത്തെ അവിടെ KK അനീഷ് കുമാർ ആയിരുന്നു പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടുകയും അവിടെ വിജയം നേടുകയും ഒക്കെ ചെയ്തത്. അതിന്റെ ക്രെഡിറ്റ് ഒക്കെ തന്നെ സ്വയം ഏറ്റെടുക്കുകയും അതിന്റെ ഒരു
ഗരിമയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കെ അനീഷ് കുമാർ. പുതിയ പുനഃസംഘടന വന്നപ്പോൾ അദ്ദേഹത്തെ ജില്ലാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന ചുമതല കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സിറ്റി അല്ലെങ്കിൽ സിറ്റി എന്ന് പറയുന്ന പ്രദേശത്തെ അധ്യക്ഷൻ, അതായത് ഈ കോർപ്പറേഷൻ ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് തൃശ്ശൂർ സിറ്റി എന്ന് പറയുന്നത്. അവിടുത്തെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ജസ്റ്റിൻ ജേക്കബും മുൻ അധ്യക്ഷനായിട്ടുള്ള കെ അനീഷ് കുമാറും തമ്മിൽ പൊരിഞ്ഞ പോര് പാർട്ടിയിൽ നടക്കുകയാണ് എന്നതാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ കാര്യം വ്യക്തമല്ല. എങ്കിൽ പോലും പാർട്ടിക്കുള്ളിൽ ഈ രണ്ട് നേതാക്കളും തമ്മിലടി അതിരൂക്ഷമായിട്ട് ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഈ കെ അനീഷ് കുമാർ മുൻകാലങ്ങളിലും സമാനമായ രീതിയിൽ പറയുന്നത് പോലെ അധ്യക്ഷന്മാരുമായിട്ട് ഏറ്റുമുട്ടുകയും അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഒരു സംസാരം. മുൻപ് ഈ കെ അനീഷ് കുമാർ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് ജില്ലാ അധ്യക്ഷൻ നാഗേഷ് ആയിരുന്നു. അദ്ദേഹവുമായിട്ട് ഈ അനീഷ് കുമാർ നിരന്തരം ബഹളത്തിലാവുകയും അല്ലെങ്കിൽ വാക്കേറ്റമുണ്ടാവുകയും വഴക്കുണ്ടാവുകയും അദ്ദേഹത്തെ ജില്ലാ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കാതെ അദ്ദേഹത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് കെ അനീഷ് കുമാർ. ഇപ്പോൾ വീണ്ടും ഈ ജസ്റ്റിൻ ജേക്കബിനെതിരായിട്ടും അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് BJPയുടെ ആ തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ, ആ മിഷന് വലിയൊരു തിരിച്ചടിയായിട്ട് മാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വശത്ത് സുരേഷ് ഗോപി അവിടെ ഈ കലുങ്ക് ചർച്ചകളും ഒക്കെ ആയിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അതിന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല. ഈ കലുങ്ക് ചർച്ച എന്ന് പറയുന്നത് തൃശ്ശൂരിനെ അങ്ങ് വികസിപ്പിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഒരു അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ തൃശ്ശൂരിനെ മാറ്റിമറിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയൊന്നുമല്ല, മറിച്ച് ജനങ്ങളെ കയ്യിലെടുക്കുക. ഒപ്പം തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ തൃശ്ശൂർ കോർപ്പറേഷൻ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണം. ഇടയ്ക്ക് അവർ തൃശ്ശൂരിലെ നിലവിലെ മേയർ MK വർഗീസ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുവാനും അവിടെ ഒരു അട്ടിമറിക്കും ഒക്കെ തന്നെയുള്ള ശ്രമം നടത്തിയിരുന്നു. കാരണം ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ സുരേഷ് ഗോപി അദ്ദേഹത്തെ പോയി കാണുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തിന് വിജയം ആശംസിച്ചു ഈ കോർപ്പറേഷൻ മേയർ. അങ്ങനെ അദ്ദേഹത്തിനെതിരെ അന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. കോൺഗ്രസിൽ നിന്നും സീറ്റ് കിട്ടാതെ പിണങ്ങിപ്പോയ വ്യക്തിയാണ് ഈ വർഗീസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അവിടെ റിബലായിട്ട് മത്സരിച്ച് ജയിക്കുകയും പിന്നീട് CPM വർഗീസിനെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് ഈ മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അദ്ദേഹം അങ്ങനെയാണ് അവിടെ ആ ഭരണം LDF പിടിച്ചെടുത്തത്. അപ്പോൾ ഈ പറയുന്ന വർഗീസ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് സുരേഷ് ഗോപിയുടെ സ്വാധീനത്താൽ ഈ മറുകണ്ഠം ചാടിച്ചു കൊണ്ടുവന്ന ഒരു അട്ടിമറിക്കും ഒക്കെ തന്നെ ശ്രമം നടത്തിയിരുന്നു. അത് നടന്നില്ല. അപ്പോൾ അവർ പിന്നീട് ഈ പറയുന്നത് പോലെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കൈ നോക്കാം എന്നുള്ള നിലയിൽ മുന്നോട്ട് പോവുകയാണ്. അതിനിടയ്ക്കാണ് ഇതുപോലെ പാർട്ടിയിലെ നേതാക്കൾ തന്നെ പടലപ്പിണക്കങ്ങളുമായിട്ട് പാർട്ടിക്ക് ഒരു വെല്ലുവിളി തീർത്തിരിക്കുന്നത്. സുരേഷ് ഗോപി അതിൽ വലിയ അസ്വസ്ഥനാണ്. കാരണം അദ്ദേഹം ഒരു വശത്ത് തൻ്റെ ഒരു പ്രഭാവം കൊണ്ട് പാർട്ടിയെ ജയിപ്പിക്കാം എന്നുള്ള ഒരു നിലയിൽ അദ്ദേഹം ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഒറ്റയാനെ പോലെ മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹം ഈ പറയുന്ന പോലെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഒന്നും തന്നെ വഴങ്ങാത്ത ഒരു വ്യക്തിയാണ്. കേന്ദ്ര നേതൃത്വം എന്ത് പറയുന്നു അത് മാത്രം കേട്ട് മുന്നോട്ട് പോകുന്ന ഒരു ആളാണ് അദ്ദേഹം. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം പോലും നമ്മൾ കണ്ടതാണ്. അത് BJPയുടെ വിജയമായിട്ടല്ല, അദ്ദേഹം സ്വന്തം ഒരു വിജയമായിട്ടാണ് അതിനെ അന്ന് വിലയിരുത്തിയത്. അപ്പോൾ ഒരു വശത്ത് സുരേഷ് ഗോപി ഇത്തരത്തിൽ ആ കോർപ്പറേഷൻ പിടിക്കാനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലുമൊക്കെ സീറ്റുകൾ അവിടെ വിജയിക്കാനുമുള്ള തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അതിന് തുരങ്കം വയ്ക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് അല്ലെങ്കിൽ നടപടികളാണ് ഈ പറയുന്ന നിലവിലെ സംസ്ഥാനത്തെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായ കെ അനീഷ് കുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പോലെ സിറ്റിയുടെ ചുമതലയുള്ള കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന ആ ജില്ലാ അധ്യക്ഷനായ ജസ്റ്റിൻ ജേക്കബുമായിട്ട് പോർമുഖം തുറന്നിരിക്കുകയാണ്. അത് പാർട്ടിക്ക് നിലവിലുണ്ടാക്കിയിരിക്കുന്ന ഒരു വെല്ലുവിളി അത് ചെറുതല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.